സമുദ്ര ഭീഷണി മൂലം ഒരു സമൂഹത്തെ ഒന്നാകെ മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്നത് ഇതാദ്യമായിട്ടാണ്. തങ്ങളുടെ വേരുകൾ തന്നെ ഉപേക്ഷിച്ച് ജീവിതത്തിന്റെ ഒരു പറിച്ചുനടൽ ഇപ്പോൾ അവർക്ക് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ആ ഒരു സമൂഹം തന്നെ പാടെ ഇല്ലാതായിരിക്കും, അത് ഉറപ്പാണ്. കരീബിയൻ കടലിൽ പനാമയുടെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കുഞ്ഞു ദ്വീപായ ഗാഡി സഗ്ഡബാണ് തലമുറകളായി തദ്ദേശീയരായ ഗുണാ ജനതയുടെ ആവാസ കേന്ദ്രം. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം വഷളായതിനെ തുടർന്നാണ് ഇപ്പോൾ അവർക്ക് അവിടം വിട്ടു പോകേണ്ട അവസ്ഥ വന്നത്. എത്രയോ കാലങ്ങളായി ഇവിടെ താമസിച്ചു വരുന്ന ഗോത്രത്തിൽപ്പെട്ട 300ഓളം കുടുംബങ്ങളെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ പാരമ്പര്യത്തെ തന്നെ അവിടെ ഉപേക്ഷിച്ചു പോവാൻ മനസ്സുണ്ടായിട്ടല്ല, മറ്റു വഴികളൊന്നും തന്നെ ഇല്ലാത്ത പക്ഷം അവർക്ക് പോയല്ലേ തീരൂ. മീൻ പിടിച്ചും കുഞ്ഞു കുഞ്ഞു കൈത്തൊഴിലുകൾ ചെയ്തും ജീവിച്ചിരുന്നവർക്ക് പെട്ടെന്നുള്ള ഈ പറച്ചുനടൽ എത്രത്തോളം അംഗീകരിക്കാനാവും എന്നറിയില്ലെങ്കിലും തങ്ങളുടെ നിലനിൽപ്പ് മനസ്സിലാക്കി അവർ തന്നെയാണ് ഇതിനു വേണ്ടി മുതിർന്നത്. പനാമയിൽ തദ്ദേശീയ സമൂഹങ്ങളുടെ മേഖലയായ ഗുണയാലയിൽ ഉൾപ്പെട്ട ദ്വീപുകളിൽ 50ഓളം എണ്ണത്തിൽ താമസക്കാരുണ്ട്. ഇക്കൂട്ടത്തിൽ ഒന്നാണ് ഗാഡി സഗ്ഡബ്. 400 മീറ്റർ നീളവും 136 മീറ്റർ വീതിയുമുള്ള ഒരു ചെറുദ്വീപാണിത്. കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് കടൽജലം ഉയരുന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. കാലങ്ങളായി ഈ പ്രശ്നം ഇവിടെയുണ്ട്. ഇത് കാരണം ദ്വീപിൽ ഇടയ്ക്കിടെ സമുദ്ര പ്രളയങ്ങളും ഉണ്ടാകാറുണ്ട്. സമുദ്രജലം കടന്നു കയറി ദ്വീപിലെ ശുദ്ധജല സ്രോതസ്സുകളെയും മലിനപ്പെടുത്തുന്നു. മത്സ്യബന്ധനം മുതൽ വിനോദസഞ്ചാരം വരെ സമുദ്രത്തിന് വേണ്ടി അർപ്പിതമായ ജീവിതം കെട്ടിപ്പടുത്ത തദ്ദേശീയരായ ഗുണാജനതയുടെ ആവാസ കേന്ദ്രമായ 50ഓളം ദ്വീപുകളിൽ ഒന്നാണ് ഈ ഗാഡി സഗ്ഡബ്. എന്നാൽ അവർ പണ്ട് വളരെ പണ്ട് വനങ്ങളിലും പർവ്വതങ്ങളിലും വിഹരിച്ചു നടന്ന ആളുകളായിരുന്നു. കൊളംബിയയിലും പനാമയിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്ത് താമസിച്ചു വന്നു. ഏകദേശം 300 വർഷം മുമ്പ് സ്പാനിഷ് ജേതാക്കളിൽ നിന്നും മറ്റ് തദ്ദേശീയ ഗ്രൂപ്പുകളുമായുള്ള സംഘർഷത്തിൽ നിന്നും പലായനം ചെയ്താണ് ഇവിടേക്ക് എത്തപ്പെട്ടത്. എന്നാൽ ഇപ്പോഴും അതേ പലായനത്തിനായി പ്രകൃതിയും അവരെ നിർബന്ധിക്കുന്ന കാഴ്ച. ഗുണയാല കോമാർക്ക എന്ന തദ്ദേശീയ മേഖലയിലെ കാട്ടി സുക്ടുപ്പു എന്ന സ്ഥലത്തേക്കാണ് ഗോത്ര സമൂഹത്തെ ഇപ്പോൾ മാറ്റി താമസിപ്പിക്കുന്നത്. ഇവർക്കായി ഇവിടെ പുതിയ വീടുകളും മറ്റും പനാമ സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം $120 കോടി എന്ന വലിയ തുക ചെലവഴിച്ചാണ് ഈ പുനരധിവാസം നടപ്പാക്കുന്നത്. എന്നാൽ ഗാഡി സഗ്ഡബ് ഒരു തുടക്കമാണെന്നും കരീബിയൻ പനാമൻ മേഖലയിൽ ഏകദേശം 63 സമൂഹങ്ങൾ ഇതേ ഭീഷണി നേരിടുന്നുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. ഭാവിയിൽ ലോകവ്യാപകമായി ചെറുദ്വീപുകളിലെ സമൂഹങ്ങളെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയുമാകാം ഇത്. പനാമൻ പ്രസിഡന്റ് നിറ്റോ കോർട്ടിസോ പറയുന്നത് അനുസരിച്ച് ഗുണയാല മേഖലയിലെ മെയിൻലാൻഡിൽ ന്യൂവോ കാട്ടി എന്ന പേരിൽ പുതുതായി നിർമ്മിച്ച വീടുകളിലേക്കാണ് ഇവരെ നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. വരും വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി സമുദ്രനിരപ്പിലെ വർധനവ് കാരണം ഗാഡി സഗ്ഡബ് ദ്വീപിലെ ജനങ്ങൾ എല്ലാവരും തന്നെ ആശങ്കയിലായിരുന്നു. അതിന്റെ ഫലമായാണ് അവർക്ക് മറ്റ് പാർപ്പിടങ്ങൾ നിർമ്മിച്ചത്. ഭവന നിർമ്മാണത്തിന് പുറമെ വൈദ്യുത ലൈനുകൾ, ജലസംഭരണികൾ, റോഡുകൾ, സാംസ്കാരിക ഇടങ്ങൾ, കളിസ്ഥലങ്ങൾ തുടങ്ങിയ ആവശ്യമായ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണവും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UN അഭയാർത്ഥി ഏജൻസിയുടെ പുതിയ കണക്കനുസരിച്ച് 2023 കണക്കിനേക്കാൾ 20% അത് കൂടുതലാണ്. അടുത്ത വർഷം 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇവിടെ നിന്നും കുടിയിറക്കപ്പെടുമെന്നാണ് ഏകദേശ കണക്ക്. പുതിയ ആഗോള സംഘർഷങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതവുമാണ് ഈ വർധനവിന് കാരണം. തലമുറകളോളം ജീവിച്ച് പരിചിതമായി ജന്മസ്ഥലം പൊടുന്നനെ ഉപേക്ഷിക്കേണ്ടി വരുന്നത് തദ്ദേശീയ ജനസമൂഹങ്ങളെ സംബന്ധിച്ച് ഹൃദയഭേദകമാണെന്ന് വിദഗ്ധർ പറയുന്നു. സാംസ്കാരികമായും സാമൂഹികപരമായും ആവാസ വ്യവസ്ഥയുമായി ഏറെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണിവർ. തങ്ങൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാണ് ഇവരെന്ന വിരോധാഭാസവും ഇവിടെയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് ലോകത്തെ വ്യവസായവൽകൃത രാഷ്ട്രങ്ങൾ എല്ലാവരും ഉത്തരവാദികളാണ്. എന്നാൽ തിക്തഫലങ്ങൾ പലപ്പോഴും ഇതുമായി ഒട്ടും ബന്ധമില്ലാത്തവർക്കായിരിക്കും കിട്ടുക എന്ന കാര്യവും ഗുണഗോത്രങ്ങളുടെ വിധി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഗാഡി സഗ്ഡബിൽ മാത്രമല്ല ഗുണഗോത്രക്കാർ ഉള്ളത്. പനാമയിലും കൊളംബിയയിലും വിവിധ മേഖലകളിൽ ഇവർ താമസിക്കുന്നുണ്ട്. ഏകദേശം 50,000 ഇവരുടെ ആകെ ജനസംഖ്യ. എന്തുതന്നെയായാലും 40 മുതൽ 80 വർഷത്തിനുള്ളിൽ ദ്വീപുകളുടെ ഉയരവും സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെ നിരക്കും അനുസരിച്ച് ഭൂരിഭാഗവും ജനവാസമുള്ള എല്ലാ ദ്വീപുകളും അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിനടിയിലാകും. ഗവേഷകരുടെ അനുമാനങ്ങൾ അനുസരിച്ച് ഭൂമിയിലെ ഭൂരിഭാഗം ഇത്തരത്തിലുള്ള ദ്വീപ സമൂഹങ്ങളും വെള്ളത്തിനടിയിലാകാൻ ഇനി അധിക ദൂരമില്ല. എല്ലാത്തിനും കാരണം ആഗോളതാപനവും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്ത് തന്നെയായാലും രേഖപ്പെടുത്തൂ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.